ഹായ് ഗൈസ്, ഈ വീഡിയോ ഞാനെടുത്തത് നമ്മുടെ ആറ്റിങ്ങലിൽ നിന്ന് കൊല്ലം സൈഡിലോട്ട് പോയപ്പോഴാണ്. അപ്പോൾ അവിടെ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. വളരെ സാഡായിട്ടുള്ളൊരു സീനാണ്. വണ്ടി മൊത്തം നിന്ന് കത്തിപ്പോയി. ഇതിപ്പം കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ഇപ്പം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി ഒരു വണ്ടി നിന്ന് കത്തുവാണ്. നോബഡി നോസ് റീസൺ, ആർക്കും അറിയത്തില്ല. നമുക്ക് പണ്ടറിയുന്നത് എന്തോ, വണ്ടി ഇടിക്കുന്നു, പെട്രോൾ ടാങ്ക് പൊട്ടിത്തെറിക്കുന്നു, കത്തുന്നു. അല്ലെങ്കിൽ സുരേഷ് ഗോപി മറ്റേ ടാങ്കിൻ്റെ ക്യാപ്പിൽ നോക്കി വെടിവെക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. ഇത് ഇങ്ങനത്തെ കൺസെപ്റ്റൊക്കെ അല്ലേ. സോ ഇത് വളരെ സാഡാണ്. ആക്ച്വലി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോലും നമുക്കിപ്പോൾ കറക്റ്റായിട്ട് ഒരു റീസൺ പറയുന്നില്ല. ചില ആൾക്കാർ പറയുന്നു E20 എത്തനോൾ മിക്സ് പെട്രോൾ കൊണ്ട് പെട്രോൾ ആകുമ്പോഴത്തേക്ക് മറ്റേ വണ്ടുകളൊക്കെ നിന്നിട്ട് മറ്റേ ഫ്യൂൽ ലൈൻ കടിക്കുന്നു, പൊട്ടിക്കുന്നു. അപ്പോൾ ഫ്യൂൽ ലൈനിൽ നിന്ന് പെട്രോൾ ലീക്ക് ആവുന്നു, നിന്ന് കത്തുന്നു. കമാണ്, അതൊന്നും ഒരു പ്രോപ്പർ റീസൺ അല്ലല്ലോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ടിരിക്കുക, പ്രോപ്പർ സർവീസ് ചെയ്യുക വണ്ടി, അതേ ഉള്ളൂ. നോർമലായിട്ട് അറിയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഷാബി ആയിട്ടുള്ള കടയിൽ പോയി ആക്സസറീസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ട്, ലൈക്ക് അവർ കപ്ലേഴ്സോ കണക്റ്റേഴ്സോ ഒന്നും ഉപയോഗിക്കാറില്ല. നോർമൽ എന്തെങ്കിലും എന്താ പറയുക, സെക്കൻഡ് ക്വാളിറ്റി ഇൻസ്റ്റലേഷൻ ടേപ്പിച്ച് കിട്ടും. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വിൽ ബി ഫൈൻ. പക്ഷേ ഇപ്പോഴത്തെ വണ്ടികളൊക്കെ അറിയാമല്ലോ, ഭയങ്കര പ്രിസിഷനായിട്ടുള്ള വയറിങ് കാര്യങ്ങളാണ്. സോ ദേ നീഡ്സ് പ്രോപ്പർ അറ്റൻഷൻ. അപ്പം അത് ലോങ് റണ്ണിൽ ഷോർട്ട് സർക്യൂട്ട് ആവും, നിന്ന് കത്തും. ആ സമയത്ത് ബാറ്ററിയെ കട്ട് ചെയ്ത് ഊരിക്കഴിഞ്ഞാൽ കറണ്ട് നമുക്ക് കട്ട് ചെയ്യാം, പെട്ടെന്ന് തീ അണയ്ക്കാൻ പറ്റും. അതൊക്കെ ചെറിയ മൈന്യൂട്ട് ഫയർ ആണെങ്കിൽ. പക്ഷേ വലിയ വലിയ സീനുകളൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ആക്സസറീസും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, കഴിയുന്നത്ര എന്താ പറയുക, ഫ്യൂസും കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുക, പണി അറിയാവുന്ന ചേട്ടന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ദാറ്റ്സ് ദി ഓൺലി ഓപ്ഷൻ. പിന്നെ പറഞ്ഞ മെയിൻ റീസൺ എന്താണ്, ലൈക്ക് എന്താണ്, ഫ്യൂവൽ ലൈൻ ഇഷ്യൂസ്. നേരത്തെ പറഞ്ഞല്ലേ, ഫ്യൂവൽ ലൈൻ എന്തെങ്കിലും പഴയതായി കഴിഞ്ഞാൽ റബ്ബറാണ്, അതിന് മൈനർ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ഫ്യൂവൽ ലൈൻ അത് അത്രയും പ്രഷറിലാണ് ഫ്യൂവൽ തള്ളുന്നത്. അപ്പം പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നിന്ന് കത്തും, ഡീസലാണെന്നുണ്ടെങ്കിൽ കത്തത്തില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അത് തെറ്റാണ്. ആക്ച്വലി ഡീസലും കത്തും. ഇപ്പോൾ ഡീസലിനകത്ത് നമ്മളിപ്പോൾ തീപ്പെട്ടിട്ട് കഴിഞ്ഞാൽ അത് കത്തില്ല, തീപ്പെട്ടി കത്തിച്ചിട്ട് കത്തില്ല. പക്ഷേ ഡീസൽ ആ മിസ്റ്റ് രൂപേണ, അല്ലെങ്കിൽ എന്താ പറയുക, സ്പ്രേ രൂപേണ ഒരു ചൂടായിട്ടുള്ള ഒരു, ഓബ്വിയസ്ലി നമ്മുടെ മാനിഫോൾഡുണ്ട്, ഹെഡ് സിലിണ്ടർ കിറ്റിൻ്റെ ഭാഗത്തൊക്കെ വന്ന് ആ ഒരു സമയത്ത് തട്ടിക്കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നിന്ന് കത്തും. ഡീസലാണ് പാവണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, കത്തിപ്പൊളരും. പിന്നെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത വേറെ പല കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് കൂടുതലൊന്ന് ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയാണ്. ഡിസ്ക് പാഡ്, ബ്രേക്ക് പാഡൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാറില്ല. ചെക്ക് ചെയ്യും, ബട്ട് സ്റ്റിൽ മറ്റേ സൗണ്ട് കേട്ട് വരയുമ്പോഴാണ് നമ്മൾ എപ്പോഴും പോയി ബ്രേക്ക് പാഡ്, പൊതുവെ ഉള്ള ആൾക്കാർ ഡിസ്ക് പാഡ് മാറ്റുന്നത് അല്ലേ. അതേപോലെ തന്നെ പ്ലേറ്റിൻ്റെ കട്ടിങ്. അപ്പം ഈ കറക്റ്റ് സമയത്ത് നമ്മൾ ബ്രേക്ക് പാഡ് നമ്മൾ മാറ്റില്ലെന്നുണ്ട്. നമ്മൾ ആശാന്മാരെന്തരാണ്, ബ്രോ ഇത്ര ഉണ്ടല്ലോ ഇനി ഓടും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി ഒരു പർട്ടിക്കുലർ ആയി കഴിയുമ്പോൾ നമ്മൾ മാറണം. കാരണം നമുക്കറിയാം ബ്രേക്കിൻ്റെ എഫക്റ്റീവ്നെസ് കുറയും, കൂടുതൽ ചൂട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാത്ത ഈ വണ്ടിയിൽ കത്തുന്ന വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, ബ്രേക്ക് ഫ്ലൂയിഡ്, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്. ഈ സാധനങ്ങളൊക്കെ ലീക്കായിട്ട് ഈ ഡിസ്ക് പാഡിൻ്റെ അവിടെയൊക്കെ വല്ലതൊക്കെ നനവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പിടിച്ച് ചൂടായി കഴിഞ്ഞാൽ അത് നിന്ന് കത്തും. ഇതിനൊക്കെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ട്, അത് എത്തിക്കഴിഞ്ഞാൽ നിന്ന് കത്തും. ചിലപ്പോൾ സിറ്റി ഓട്ടത്തിലൊന്നും ആയിരിക്കില്ല ഇത് കത്തുന്നത്. നമ്മൾ മറ്റേ എടുത്ത് അടിച്ച് പാർത്തി മറ്റേ ഹൈ റേഞ്ചൊക്കെ കയറുമ്പോഴും ഫുൾ ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇത് കത്തുന്നത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വണ്ടി നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അത് മനസ്സിലായില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ ചെക്ക് ചെയ്യാം. ഡിസ്ക് പാഡും ഡിസ്ക് പ്ലേറ്റും ഒക്കെ അങ്ങ് അറ്റം എത്തുന്നതിന് മുമ്പേ തന്നെ മാറ്റുക. പിന്നെ ബെയറിങ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മൾ മാറ്റുള്ളൂ. പക്ഷെ അത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ബെയറിങ് പക്കയല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഹീറ്റ് ജനറേറ്റ് ആവും. ബേസിക്കലി പറഞ്ഞത് നമ്മളൊരു പൊട്ടിത്തെറിക്കുന്ന സാധനമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അത് നമ്മൾ എത്രത്തോളം പൊട്ടിത്തെറിക്കാതിരിക്കാൻ പറ്റുമോ നോക്കുക, അതേ ഉള്ളൂ ഓപ്ഷൻ. പിന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ വാങ്ങിച്ച് വെക്കുന്നത് വളരെ നല്ല ഒരു തീരുമാനമായിരിക്കും. പിന്നെ ചില ആൾക്കാർ മെയിൻ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് വെക്കുന്നുണ്ട് ഡാഷിൽ. അത് ആക്ച്വലി വളരെ ഓപ്ഷൻ. ചില റേസ് കാർസിലൊക്കെ ഞാൻ കണ്ടു, റാലി കാർസിലൊക്കെ ഡെഫിനറ്റ്ലി. അപ്പോൾ അതൊക്കെ ആരും നമുക്ക് ചെയ്തിരുന്നൊന്നും അറിയത്തില്ല, ചെയ്യുന്ന ടീംസുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോഴത്തേക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾക്കും ഫീഡ്ബാക്കും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അയക്കുക. എനിക്ക് അറിയാത്ത ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കുക. വെച്ച് കഴിയുമ്പോഴത്തേക്ക് ലെറ്റ്സ് ഷെയർ അവർ നോളജ് ആൻഡ് ലെറ്റ്സ് കീപ് ദി റോഡ് സേഫ്. ഓക്കെ, ടേക്ക് കെയർ, പ്ലീസ് റൈഡ് സേഫ്. സോറി ടു കം ബാക്ക് അഗൈൻ. രണ്ട് കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു, ഞാൻ മിസ് ചെയ്ത്. സംഭവം നമ്മുടെ കാറ്റലിറ്റിക് കൺവെർട്ടറാണ്. കാറ്റലിറ്റിക് കൺവെർട്ടർ ക്ലോഗ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മറ്റേ പാർട്ടിക്കിൾസ് മനസ്സിലായി സെപ്പറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്, ഫിൽറ്റേഴ്സ്. അപ്പോൾ ആ സാധനം നല്ല രീതിയിൽ ചൂടായിട്ട് നിന്ന് പഴുക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ബേൺ ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക്, സ്റ്റൺസ് ചെയ്യുമ്പോൾ ബേൺ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈക്കിൽ നമുക്ക് അറിയാൻ പറ്റും, കാരണം ബൈക്കിൻ്റെ സൈഡിൽ സൈലൻസറുണ്ട്, നിന്ന് പഴുക്കുന്നുണ്ടോ?
അപ്പോൾ നമ്മൾ ഫുൾ നല്ല കട്ടക്കൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പഴുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വണ്ടിയുടെ അടിയിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ലൂസായിട്ടുള്ള തീ പിടിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിന്ന് കത്തും. ബിക്കോസ് സം കാർസ് ആർ നോട്ട് മെൻറ്റ് മനസ്സിലായി അത്രയ്ക്ക് സ്പീഡിൽ തുറന്ന് ഓടിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടികളല്ലായിരിക്കും. അപ്പോൾ അത് നമുക്ക് അറിയത്തില്ലല്ലോ അത് എങ്ങനെ അങ്ങനൊരു സീന് വരുമ്പോൾ എങ്ങനെ അത് ലൈക്ക് റിയാക്ട് ടു ദിസ് ഹീറ്റ് നമുക്കറിയത്തില്ല. പിന്നെ വരുന്നതെന്ന് പറയുമ്പോൾ ചില വണ്ടികൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ ഡസ്റ്റർ പോലത്തെ വണ്ടിയിലൊക്കെ ഹീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലേയേഴ്സ് വെച്ചിട്ടുണ്ട്, അറിയാമല്ലോ, ഒരു ഗ്ലാസ്സുകൾ പോലത്തെ മെറ്റീരിയൽ. ആ മെറ്റീരിയൽ കാലപ്പഴക്കം വരുമ്പോഴത്തേക്ക് അത് നിന്ന് കത്താൻ സാധ്യതയുണ്ട്. അതിലൊക്കെ ഈ ഡീസൽ ഇഞ്ചക്ടറൊക്കെ ലീക്കാണെന്നുണ്ടെങ്കിൽ ഡീസൽ സ്പ്രേ വരും, ചൂടാവും, നിന്ന് കത്തും. പെട്രോളാണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടി നിന്ന് കത്തും. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ റെഗുലറായിട്ട് മാറ്റുക. അതൊക്കെ ചില വണ്ടി ബോണറ്റ് തുറക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ തൂങ്ങി കിടക്കൂലേ, ഇതൊക്കെ കളയുക വേണ്ട. എന്നിട്ട് വേറെ ഇപ്പോൾ നല്ല മെറ്റീരിയലൊക്കെ വേറെ വാങ്ങിക്കിട്ടും, അലൂമിനിയത്തിൻ്റെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.